CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന് പിന്തുണയുമായി കോൺഗ്രസ്. TP ചന്ദ്രശേഖരനെ വധിച്ചതുപോലെ തീർത്ത് കളയാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ മനു തോമസിന് കോൺഗ്രസ് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ. മനു തോമസിനെതിരെ ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് പരസ്യ പിന്തുണയുമായി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും CPM നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻബലം. ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ TP ചന്ദ്രശേഖരൻ മാതൃകയിൽ തീർത്ത് കളയാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ അവർക്ക് കോൺഗ്രസ് സംരക്ഷണം നൽകുമെന്നാണ് K സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി വിട്ടാൽ എന്തും വിളിച്ചു പറയാനാകില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധികം സമയം വേണ്ടെന്നായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി. ഒപ്പമുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും ഒന്നും ചെയ്യാനാകില്ലെന്നും ആകാശ് ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു. റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റിന് കീഴെയായിരുന്നു ആകാശിന്റെ കമന്റ്. P ജയരാജനെ രൂക്ഷമായി വിമർശിച്ച് മനു തോമസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണെന്നും പാർട്ടിക്കറിയാത്ത ജനങ്ങൾക്കറിയാത്ത ഒന്നും ഇനി മറച്ചു വെക്കാനില്ലെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതേസമയം DYFI മുൻ നേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ മയക്കുമരുന്ന് ഗുണ്ടാ മാഫിയകൾക്ക് CPM DYFI രക്ഷകർത്തൃത്വമെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. P ജയരാജന് ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. DYFI മുൻ നേതാവ് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നിരവധി തവണയായി കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനും CPMനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിവരയിടുന്നതാണ്. നാട്ടിലെ കൊട്ടേഷൻ മയക്കുമരുന്ന് ഗുണ്ടാ മാഫിയകൾക്ക് കേരളത്തിലെ ഭരണകക്ഷിയാണ് രാഷ്ട്രീയ രക്ഷകർത്തൃത്വം നൽകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. CPM ഉന്നത നേതാവായ P ജയരാജനും അദ്ദേഹത്തിന്റെ മകനും എതിരെയാണ് DYFI നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളുമായും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായും കൊട്ടേഷൻ സംഘങ്ങളുമായും P ജയരാജനും മകനും അടുത്ത ബന്ധമുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. മലയോര മേഖലയിൽ ക്വാറി മുതലാളിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കുന്ന തലത്തിലേക്കാണ് CPM തരം താഴ്ന്നത്. CPMനെ ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം ശരിയാണെന്നാണ് DYFI നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. വെളിപ്പെടുത്തൽ നടത്തിയ മനു തോമസിനെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്. മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട കൊട്ടേഷൻ സംഘങ്ങളായ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെയാണ് ഭീഷണിക്ക് പിന്നിലെന്നും പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ അത് അവസാനിപ്പിക്കാൻ അറിയാമെന്നുമാണ് ഭീഷണി. ഷുഹൈബ് വധത്തിൽ CPMന് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ക്രിമിനൽ കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരിയാണ് ഇപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലായി ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇവർക്കെല്ലാം CPM നേതാക്കളാണ് കുടപിടിച്ചു കൊടുക്കുന്നത്. ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി സമ്മാനിച്ച ആളാണ് ഇപ്പോൾ യുവജന കമ്മീഷൻ ചെയർമാനായി ഇരിക്കുന്നത്. ഇവരൊക്കെയാണ് CPMന്റെ അടുത്ത തലമുറയെന്നും VD സതീശൻ പറഞ്ഞു.